നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. വീണ്ടും ആ തർക്കം ഒരു തവണ കൂടി പൊന്തി വരികയാണ്. കേരളം വ്യവസായ സൗഹാർദ്ദമാണോ? ഇവിടെ ഈ പ്രശ്നത്തിന് കാരണം കഴിഞ്ഞ ദിവസം ഒരു വ്യവസായ പ്രമുഖൻ നടത്തിയ പ്രസ്താവനയാണ്. അത് പിന്നീട് തുടരെ വരികയാണ്. കിറ്റക്സിൻ്റെ ഉടമയെ കാണാൻ ആന്ധ്രാപ്രദേശിൽ നിന്ന് അവിടുത്തെ ടെക്സ്റ്റൈൽ വകുപ്പ് മന്ത്രി നേരിട്ട് വരികയാണ്. ആന്ധ്രാപ്രദേശിലേക്ക് ക്ഷണിക്കുകയാണ് കേരളത്തിലെ ഒരു വ്യവസായിയെ. അപ്പോഴെന്നേ താൻ കേരളം വിടേണ്ടതായിരുന്നു എന്ന് തുറന്നു പറയുകയാണ് ആ വ്യവസായി. പക്ഷെ കേരളം കൂടുതൽ നിക്ഷേപക സൗഹൃദമായി കഴിഞ്ഞു എന്ന് തറപ്പിച്ചു പറയുകയാണ് നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവ്. ഇതിൽ ആര് പറയുന്നതാണ് ശരി? വ്യവസായികൾ നാട് വിടണോ? പുതിയ സാധ്യതകൾ നൽകാൻ കേരളം ഇപ്പോഴും സന്നദ്ധമല്ലേ? ഈ ചോദ്യമാണ് പൊതുവേദി ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ വയ്ക്കുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ ശ്രീ മോഹൻദാസ് ആലത്തൂരിൽ നിന്ന്. ശ്രീ മോഹൻദാസ്, ഈ തർക്കത്തിൽ മോഹൻദാസ് ആരുടെ പക്ഷത്താണ്? മനു, നമസ്കാരം. സന്തോഷമുണ്ട്. നമസ്കാരം. ഒരു മിനിറ്റ് എനിക്ക് സമയം തരണം. എനിക്ക് വിഷയത്തിൽ സംസാരിക്കാൻ സമയം വേണ്ട. ഒരു വെറൈറ്റി ഇത് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ട് അപ്പൊ അവസാനിപ്പിക്കാം. കുഴപ്പമില്ല. ഒരു മിനിറ്റ്. മിടിമിടിക്കുന്ന വിധത്തില് അകലെ നീലാകാശമാണ് ശാരികേശി രാഗത്തില് മനുവിന് സബ്മിറ്റ് ചെയ്യുന്നതിന്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഏതായാലും വായിക്കണമെന്ന് പറയലുള്ളൂ, കേട്ടില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ പ്രേക്ഷകർ വിചാരിക്കും വെറുതെ തള്ളുകയായിരിക്കും. ശരി. അപ്പൊ അത് ഏതായാലും നമ്മുടെ പ്രേക്ഷകൻ ശ്രീ മോഹൻദാസ് ഒരു കീബോർഡ് വിദഗ്ധനാണ്. അദ്ദേഹം നമുക്ക് അയ്യോ, അത് നമ്മുടെ സ്റ്റീഫൻ ദേവസി കിടക്കണ്ട. അയ്യോ, അതിന് മുമ്പിൽ ആരുമില്ല ഞാൻ. എങ്കിലും പൊതുവേദിക്ക് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഈ ചൂടേറിയ ചർച്ചയ്ക്ക് ഇടയ്ക്കില്ല. സന്തോഷം. അത് മനുവിനെ കണ്ടപ്പോ സന്തോഷം. കാര്യം നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങോട്ട് ചെയ്യാമല്ലോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഏതായാലും എന്നോടൊപ്പം കുഞ്ഞഹമ്മദ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. ശ്രീ കുഞ്ഞഹമ്മദ് ഒരു പാർട്ടി മെമ്പറാണെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പറഞ്ഞിട്ടില്ലേ? നമസ്കാരം സാറേ. നമസ്കാരം. എനിക്ക് ആദ്യം ഒരു നെറ്റിക്കൾ തരണം. കേരളത്തിന് വേണ്ടി 4 വരി പാട്ട് പാടാൻ പോവേ സാർ. കേരളത്തിന് വേണ്ടി 4 വരി പാട്ട് പാടാൻ പോവാ. ഓക്കെ. അക്രമമില്ലാത്ത ലോകം, അഴിമതിയില്ലാത്ത ലോകം, നമുക്കുയർത്താ മണ്ണിൽ മാനവ മനസാക്ഷിയുള്ളൊരു ലോകം. സാർ, എനിക്ക് കിറ്റക്സിന്റെ കാര്യത്തിൽ പറയാം, ഞാൻ കേരള ഗവൺമെന്റിന് ഒപ്പരാ. കേരളത്തിന് വളർന്നു വന്ന ഓരോ വ്യക്തിയും ഈ കേരളത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്ത് കേരള ഗവൺമെന്റിന് വേണ്ടി 1000 അഭിവാദ്യം അർപ്പിക്കുന്നു. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും എന്നോടൊപ്പം നിരവധി പ്രേക്ഷകർ യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഷിജു എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. കിറ്റക്സ് പോയി, വിഴിഞ്ഞം പോർട്ട് വന്നു, പോയി, വന്നു, അങ്ങനെ നിൽക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ജയകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഗോളാന്തരം എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അരുന്ധതി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം മനു, സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. വളരെ സന്തോഷം അരുന്ധതിയെയും ഇന്ന് നമ്മുടെ പ്രേക്ഷകരുടെ കൂട്ടത്തിൽ കാണാൻ കഴിഞ്ഞതിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത പ്രേക്ഷകൻ ഷാജിയാണ്, പത്തനംതിട്ടയിൽ നിന്ന് വിളിക്കുന്നത്. ഷാജി, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ, ഷാജി, ഈ സംസ്ഥാനം വ്യവസായ സൗഹൃദമാണ് എന്ന് കരുതുന്നുണ്ട്? ഞാൻ ഈ വ്യവസായ സംരംഭകരുണ്ടെങ്കിൽ അവർക്കും ഇന്ന് അവരുടെ ഒരു അഭിപ്രായം പങ്കുവയ്ക്കും എന്നാണ് ഞാനും കരുതുന്നത്. ഓക്കെ ഷാജി. നമസ്കാരം സാറേ. നമസ്കാരം സാറേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ കിറ്റക്സ് ഏറ്റവും നല്ല കമ്പനിയല്ലേ? ഏറ്റവും നല്ല കമ്പനി. അവരെന്തിനാ ആന്ധ്രാപ്രദേശിലെ സർക്കാരും
ഇല്ലെങ്കിൽ തമിഴ്നാട് സർക്കാരിൽ ഇവരെ പൊക്കുന്ന കാരണം എന്തോ? നമ്മുടെ കേരള സർക്കാരിന് ഒരു ചുക്കും ചോറും അറിയത്തില്ല. ഇല്ലെങ്കിൽ ഇഷ്ടം പോലെ പണം ഉണ്ടാക്കായിരുന്നു. അവർക്കൊരു ചുക്കും അറിയത്തില്ല. അറിയാവുന്നതാണെങ്കിൽ ഇത്രയും കിറ്റക്സ് കമ്പനിക്ക് കുഴപ്പമെന്തോ? പത്തനംതിട്ട ജില്ല മാത്രമല്ല, ലോക രാജ്യത്ത് മൊത്തം നമുക്ക് ഇവിടെ വ്യാപിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഇതായിരുന്നു, ബിസിനസ് ആയിരുന്നു കിറ്റക്സ്. ആണോ? അപ്പൊ കിറ്റക്സിന് കുറെ കൂടി പിന്തുണ നൽകണം എന്നാണ് താങ്കളുടെ അഭിപ്രായം അല്ലേ? തീർച്ചയായിട്ടും കിറ്റക്സിന് പൂർണ്ണ പിന്തുണ കൊടുക്കുക മാത്രമല്ല, അവരെ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന നിലപാടാണ് ഷാജിക്കുള്ളത് അല്ലേ? കേരളത്തിൽ അങ്ങനെ വരുന്നില്ല. ഓക്കെ, ശരി, വ്യക്തമാണ്. വിജയകുമാർ എന്നൊരു പ്രേക്ഷകൻ എന്നോടൊപ്പം ചേരുന്നുണ്ട്. വിജയകുമാർ, ശ്രീ വിജയകുമാറിന് കേൾക്കാമോ? ശ്രീ ദിവാകരൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ദിവാകരൻ കേൾക്കാമോ? ശ്രീ ദിവാകരൻ എന്തെങ്കിലും വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ നോക്കിയിട്ടുണ്ടോ? ഇല്ല സാറേ. എന്താ നോക്കാതിരുന്നത്? കേരളം വ്യവസായ സൗഹൃദമല്ലാത്തത് കൊണ്ടാണോ, അതോ നിക്ഷേപം കയ്യിലില്ലാത്തത് കൊണ്ടാണോ, അതോ മറ്റു മേഖലയിലായിരുന്നു താല്പര്യം എന്നുള്ളത് കൊണ്ടാണോ? അതായത് ഭയങ്കര റിസ്ക് എടുക്കണം. ഞങ്ങളിപ്പോ എന്തെങ്കിലും ഒന്ന് തുടങ്ങും വളരെ മേല് നിറച്ചും കണ്ണായിരിക്കണം, വളരെ ഓൾവേസ് ബി കെയർഫുൾ ആയിരിക്കണം, എന്നാലേ തുടങ്ങാൻ പറ്റൂ, അല്ലെങ്കിൽ പല ഇഷ്യൂസും വരും. ഓക്കെ, ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രാജേഷൻ പറയുന്നത്, ഐ ഫീൽ യു ഷുഡ് സെൻഡ് എൻ ഇൻവൈറ്റ് ടു മിസ്റ്റർ പി രാജീവ് ഓൾസോ എന്നാണ് പറയുന്നത്. ഓക്കെ, എൻ്റെ അടുത്ത പ്രേക്ഷകൻ അനിയൻകുട്ടനാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ അനിയൻകുട്ടൻ. സാറേ നമസ്കാരം. നമസ്കാരം. നമ്മുടെ കഴിഞ്ഞ ദിവസം ഈ മന്ത്രിയുടെയും വ്യവസായിയുടെയും ഒക്കെ ഒരു പ്രസ്താവന വന്നു. അത് നമ്മൾ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സാബു പറഞ്ഞ ഇവരൊക്കെ കുറെ നല്ല കാര്യം തന്നെയാണ്. ഇവിടെ എന്തോ ഉള്ളത്, ഒരു ജില്ലയിൽ ഒരു വ്യവസായം തുടങ്ങാൻ ഈ സർക്കാർ 10 വർഷമായിട്ട് 10 മണി വരെ എവിടെ ഉള്ളത്? സാറങ്ങനെ ഞങ്ങളുടെയൊക്കെ ഈ ഗ്രാമത്തിലോട്ടൊക്കെ വാ, തെണ്ടും എൻ്റെ സാറിനെപ്പെട്ട ഒരു തെണ്ടി ജീവിക്കുക. ഈ ഭരണത്തിൽ ഇരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരൂടെ ഇന്ന് തെറി പിടിച്ച പുള്ളികളുണ്ട് ഞങ്ങൾ ഇരുന്നടുത്ത് വെച്ച്. സത്യം പറയാ, ഒരു തൊഴിലില്ല. അവരൊക്കെ പാവങ്ങളെ നിറയെ സാറിനെപ്പെട്ട എല്ലാം തെണ്ടി ജീവിക്കുക. ഈ സർക്കാരിന്റെ കൂടെ CHO കൊടി പിടിച്ച് നടന്നവരും പാർട്ടിയുടെ കൊടി, ഇന്ന് ഞങ്ങളുടെ ഒരു കടയെന്ന് പറയാ മുടിഞ്ഞു പോകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അത്രയ്ക്കും ദാരിദ്ര്യമായിട്ട് ജീവിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് മാറി. ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ഈ 10 വർഷമായിട്ട് ഭരിച്ചിട്ട് ഇവിടെ എന്തോ ഉണ്ട്? ഒരു 10 പേർക്ക് ഒരു തൊഴിൽ കൊടുക്കാൻ ഈ സർക്കാർ അങ്ങ് വാക്കുപോരി. ഇവരുടെ ഈ ഇത്ര ദിവസത്തെ ഭരണം വിലയിരുത്താൻ, ജനങ്ങൾ വിലയിരുത്താൻ വേണ്ടി ഇല്ലാത്ത ആരോപണമൊക്കെ ഈ നമ്മുടെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. ഓക്കെ, സതി ബാബുരാജ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്, എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. സന്തോഷം. ഓക്കെ, സതി ബാബുരാജിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഞാൻ അതിലേക്കൊക്കെ വരാം. ഓക്കെ, വിനോദ് കുമാർ പത്തനംതിട്ടയിൽ നിന്ന് എന്നോടൊപ്പം വിളിക്കുന്നു. ശ്രീ വിനോദ് കുമാർ, വ്യവസായ രംഗത്ത് വല്ലതും നിക്ഷേപം നടത്തിയിട്ടുള്ള ആളാണോ? ഹലോ, ശ്രീ വിനോദ് കുമാർ വ്യവസായ രംഗത്ത് എന്തെങ്കിലും നിക്ഷേപം നടത്തിയിട്ടുള്ള ആളാണോ? നിക്ഷേപം നടത്തിയിട്ടുള്ള ആളല്ല. പക്ഷേ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ഒരു സംസ്ഥാനം നമ്മളെ ഒരു രാജ്യത്തെ ഒരു സംസ്ഥാനത്തിനേക്കാളും സപ്പോർട്ട് തീരെയും കൊടുക്കാത്ത ഒരു സംസ്ഥാനമാണ്. ഇവിടെ നമുക്ക് ഉണ്ടാകുന്ന ട്രേഡ് യൂണിയന്റെയും സംവിധാനത്തിന്റെയും കൊടികുത്തലിന്റെയും ഭാഗമായിട്ട് കേരളത്തിലെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറുകളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ എല്ലാ കമ്പനികളും ഇവിടുന്ന് ഒളിച്ചോടുകയാണ്. ഈ ഒരു സംവിധാനം ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഇതുവരെ നമുക്ക് തിരിഞ്ഞു നോക്കാതെ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ ഒരു സംവിധാനത്തിനോട് കാണിച്ച നെഗറ്റീവായ സമീപനം ഇവിടെ വളരെയധികം ദോഷം ചെയ്തു. വ്യക്തമാണ്. ഞാൻ അടുത്ത പ്രേക്ഷകൻ നമ്മുടെ ശ്രീ രാജൻ തിരുവല്ലയിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ രാജൻ, നിക്ഷേപ എന്തെങ്കിലും വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണോ? ഏതെങ്കിലും തരത്തിൽ നിക്ഷേപം നടത്താൻ നമസ്കാരം സർ. ഞാൻ ഡൽഹിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. എവിടെ ജോലി ചെയ്തു? റിട്ടയർഡ് ആയി വന്നിരിക്കാം. ഡൽഹിയിൽ. ഓക്കെ. ഇപ്പൊ റിട്ടയർഡ് ആയി വന്നതാ. ഈ കേരളത്തില് ഒരു വ്യവസായവും നടക്കത്തില്ല, കാരണം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊടിപിടുത്തം. പിന്നെ എന്തെങ്കിലും വ്യവസായം തുടങ്ങാൻ ശ്രമം നടത്തി നോക്കിയിരുന്നോ? ഇല്ല, നോക്കിയിട്ടില്ല. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ബിനോയ് എന്നോടൊപ്പം ചേരുന്നു കൊല്ലത്ത് നിന്ന്. ശ്രീ ബിനോയ്, പ്രതികരിക്കുന്നവരെല്ലാം ട്രേഡ് യൂണിയൻ പ്രശ്നമാണ് പറയുന്നത്. ട്രേഡ് യൂണിയൻ പക്ഷേ ഒരു പാർട്ടിക്ക് മാത്രമല്ല, എല്ലാ പാർട്ടികൾക്കും ഉണ്ട്. ട്രേഡ് യൂണിയനുകൾ പക്ഷേ ഏതെങ്കിലും സമരം നടത്തി അടുത്ത കാലത്ത് സ്ഥാപനങ്ങൾ പൂട്ടിക്കുന്ന വിവരങ്ങൾ വളരെ കുറവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
ബിനോയ് രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ ട്രേഡ് യൂണിയനുകൾ ഏതെങ്കിലും തരത്തിൽ തടസ്സമാണോ നമ്മുടെ വ്യവസായ മേഖലയ്ക്ക്? നമസ്കാരം മനു. ഞാൻ ട്രേഡ് യൂണിയൻ ഞാൻ മീൻസ് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ഞാൻ വ്യാപാരി കോൺഗ്രസിന്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ആണ്. അതായത് നമ്മളുടെ നാട്ടിലുള്ള വ്യാപാരികൾ കഴിഞ്ഞ 10 വർഷമായി വ്യാപാരികൾ ബുദ്ധിമുട്ടിലാണ്. വ്യവസായികളെല്ലാം കേരളം വിട്ട് പോയി കഴിഞ്ഞു. അത് ഏറ്റവും അവസാനത്ത് നിങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സാബുവിന്റെ വിഷയം മാത്രമല്ല, സാബു പി രാജീവും ഈ ഗവൺമെന്റുമായിട്ടുള്ള വിഷയത്തിൽ ഇവിടുന്ന് തെലങ്കാനയിൽ പോയി കോടിക്കണക്കിന് രൂപ 3000 കോടിയാണെന്നാണ് എന്റെ, അതിന് മുകളിലാണെന്ന് വിശ്വാസം. അവിടെ പോയി പുതിയ സംരംഭം തുടങ്ങി. അവരെ വാം വെൽക്കം ചെയ്താണ് തെലങ്കാന ഗവൺമെന്റ് കിറ്റക്സിനെ അങ്ങോട്ട് വാം വെൽക്കം ചെയ്തു. അപ്പോഴും കേരളത്തിലെ ബിസിനസ് അദ്ദേഹം നിർത്തിയിട്ടില്ല, തുടർന്നു കൊണ്ടുപോവുകയാണ്. പക്ഷേ കേരളം ഒരു വ്യാപാരം തുടങ്ങാൻ അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങാൻ സൗഹൃദ സംസ്ഥാനം ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല, 100% അല്ല. നമ്മളുടെ നാട്ടിൽ നിന്ന് കഴിഞ്ഞ അതിന്റെ ഒരു ലിസ്റ്റ് ഇപ്പൊ നിങ്ങളുടെ ചർച്ച വന്നതിന് ശേഷം ഞാൻ എടുക്കുകയായിരുന്നു. കഴിഞ്ഞ 9 വർഷമായി കേരളത്തിൽ നിന്ന് 100 കണക്കിന് സംരംഭകര് പുറത്തോട്ട് പോയി അവരുടെ കമ്പനികളും. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഞാൻ കൊല്ലം ജില്ലയിലുള്ള ഒരാളാ. ഏറ്റവും കൂടുതൽ അവരുടെ സംരംഭകരുള്ളത് കാഷ്യൂ മേഖലയിലാണ്. മനു, കേൾക്കുന്നു. കാഷ്യൂ മേഖലയിലാണ്. പക്ഷെ ആ കാഷ്യൂ മേഖല കൊണ്ട് 10 ലക്ഷം പേര് പ്രത്യക്ഷമായും പരോക്ഷമായും ജീവിച്ചിരുന്ന മേഖലയാണ്. പക്ഷെ അവിടെ ട്രേഡ് യൂണിയൻ പ്രശ്നമുണ്ട്, അത് സത്യമാണ്. പക്ഷെ സർക്കാർ ആ വ്യവസായത്തെയോ ആ വ്യാപാരത്തെയോ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒന്നും ചെയ്തിട്ടില്ല. സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക പാക്കേജ് അനുവദിക്കാമായിരുന്നു, അവര് ചെയ്തില്ല. പക്ഷെ ഇപ്പോൾ അവിടെയുള്ള മുതലാളിമാർ 50% വിയറ്റ്നാമിൽ പോയിട്ട് വിയറ്റ്നാമിൽ കമ്പനി തുടങ്ങിയിട്ടുണ്ട്. അവിടുത്തെ ഗവൺമെന്റ് എന്തൊക്കെ ഓഫർ വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ നാട്ടിൽ നിന്ന് പോയി. പിന്നെ തെലങ്കാനയിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലുമാണ്. ഇവിടുത്തെയും പ്രശ്നങ്ങൾ തമ്മിൽ 2 വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ പ്രശ്നം ലേബർ വിഷയമുണ്ട്. ഇവിടെ ലേബർ വിഷയം ഒരു ചാക്ക് അണ്ടി തല്ലി എടുത്തു കൊടുക്കുമ്പോഴത്തേക്ക് 2000 രൂപ അവർക്ക് പൈസ ചെലവാണ്. പക്ഷെ തമിഴ്നാട്ടിലോ തെലങ്കാനയിലോ ഈ പറയുന്ന വിയറ്റ്നാമിലോ ആണെങ്കിൽ അതിന്റെ 4/1 ആകത്തുള്ളൂ. അതായത് 2000-ന്റെ 4/1 എന്ന് പറഞ്ഞാൽ 500 രൂപയിൽ താഴെ ആകത്തുള്ളൂ. അപ്പം സംസ്ഥാന ഗവൺമെന്റ് ഇവിടെ ഈ വ്യാപാരികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി, വ്യവസായികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒന്നും തന്നെ ചെയ്യുന്നില്ല. സാബുവിന്റെ നിങ്ങൾ പറയുന്ന ഒരു ചെറിയ വിഷയം. രണ്ടാമത്തെ കാര്യം, ബഹുമാന്യനായ യൂസുഫ് അലി ഏറ്റവും കൂടുതൽ സംരംഭകനുള്ള അദ്ദേഹം എല്ലാവർക്കും ജോലി കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നു. ഓക്കെ, അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഇപ്പൊ അദ്ദേഹം ഏറ്റവും വലിയ മീറ്റ് ഫാക്ടറി തുടങ്ങിയത് ഉത്തർപ്രദേശിൽ പോയിട്ടാ. അദ്ദേഹം പറയുന്നു കേരളം വലിയ സൗഹൃദമാണ്, ഇല്ല തുടങ്ങാൻ പറ്റില്ല, ആരെയും വെറുപ്പിക്കുന്നില്ല. അദ്ദേഹം പോയി ഫാക്ടറി തുടങ്ങി തമിഴ്നാട്ടിലോട്ടാ. അദ്ദേഹം തന്നെ ബിജു രമേശ്, അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഫാക്ടറികൾ കേരളത്തിലല്ല, അദ്ദേഹത്തിന്റെ ബിസിലറി എല്ലാം കിടക്കുന്നത് തമിഴ്നാട്ടിലാണ്. അതേ കണക്ക് അറിഞ്ഞും അറിയാത്തതുമായ 100 കണക്കിന് ആളുകൾ. അതുകൊണ്ട് പി രാജീവും ഈ CPM-ഉം പി രാജീവും ഒക്കെ ഇത് വിരട്ടി വടക്കാക്കി തനിക്കാക്കാമെന്ന് വ്യാപാരികളെയും വ്യവസായികളെയും വിചാരിച്ചാൽ അത് നടക്കത്തില്ല. പിന്നെ CPM-ന് ഈ നയവുമായിട്ട് മുന്നോട്ട് പോകുവാൻ പിന്നെ നല്ല മാറിയിട്ടുണ്ട്. CPM അന്നത്തതിൽ നിന്നും ഇന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. ഈ 9 വർഷമായിട്ട് മനു ചോദിച്ചൊരു ചോദ്യം, സമരങ്ങൾ കുറവുണ്ട്. കാരണം ഈ നാട് നശിപ്പിച്ചതിന് ഉത്തരവാദി ഈ രാജ്യത്തിൽ ഈ കേരളം ഭരിക്കുന്ന CPM-ഉം പി രാജീവിനെ പോലെ ഉള്ളവരാണ്. അവരാണ് എന്തിനും ഏതിനും സമരം ചെയ്ത് കേരളത്തിലെ വ്യവസായികളെയും സംരംഭകരെയും ഈ നാട് വിട്ട് പുറത്തോട്ട് ഓടിച്ചത്. അപ്പൊ അവരങ്ങോട്ട് വന്ന് ഭരണം തുടങ്ങി എല്ലാവരും വാന്ന് പറഞ്ഞാൽ വരത്തില്ല, അവരെ വിശ്വാസമില്ല. കേരളത്തിൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് മാത്രം ഭരിക്കുന്ന ഒരു പാർട്ടിയെ സംരംഭകർക്ക് അല്ലെങ്കിൽ വ്യവസായികൾക്ക് ഇഷ്ടക്കുറവാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറയുന്നത്, സാബു ജോർജ് പറയുന്ന രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹമായിട്ട് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും സാബു ജോർജ് പറയുന്നത് ശരിയാണ്. അദ്ദേഹം അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം 2020 ഉണ്ടാക്കിയതിനു ശേഷമാണ് CPM-നും പി രാജീവിനും പിണറായി വിജയനും ഒക്കെ ഈ കടി തുടങ്ങിയത്. വ്യക്തമാണ്. കൂടുതൽ പ്രേക്ഷകർ കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഏതായാലും അങ്ങേ വ്യാപാരികളുടെ ഒരു നേതൃത്വം വഹിക്കുന്നയാൾ എന്നതുകൂടി കൊണ്ട് കുറെ കൂടെ ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് വ്യക്തമാണ്. ജയകുമാർ, ശ്രീ ജയകുമാർ ഇതുപോലെ എന്തെങ്കിലും വ്യവസായം തുടങ്ങാൻ ശ്രമിച്ച ആളാണോ? നമസ്കാരം സാറേ. നമസ്കാരം. ഉണ്ട്. നമ്മുടെയൊക്കെ കഥ പറയുകയാണെങ്കിൽ സാറ് നിങ്ങൾ ആരും കേട്ടിട്ടില്ലാത്ത കഥയാണ്. എനിക്കിപ്പോൾ വ്യവസായം ഉണ്ട്. 2 തരത്തിൽ. ഞാൻ സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാരനാണ്, റിട്ടയർഡാണ്. 2 തരത്തിലുള്ള വ്യവസായം. ഇപ്പോൾ ഒന്ന് ഈ അലങ്കാര പുഷ്പങ്ങളും ഇതുമൊക്കെ ആയിട്ട് ഓർക്കിഡ് ആയിട്ട് പറയാം, അതിന്റെ ഒരു ഇത്. രണ്ടാമതൊരു ഇതുണ്ട്,
അതിന് പിന്നെ ഇതാണ് വേയിങ് മെഷീൻസിന്റെ ആണ്. നമ്മൾ ഈ 9 കൊല്ലം കൊണ്ട് അനുഭവിച്ച കഷ്ടം എന്ന് പറഞ്ഞാൽ സാറേ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ ഒരു ചെറിയൊരു ഉദാഹരണം മാത്രം പറയാം. നമ്മളെ അട്ടക്കുളങ്ങര മുതൽ കിള്ളിപ്പാലം മുതൽ അട്ടക്കുളങ്ങര വരെയുള്ള റോഡ്, അത് കഴിഞ്ഞ് ചാലക്കകത്തുള്ള റോഡ്, ഇതിനകത്ത് ഇന്ന് സ്വന്തമായി ബിൽഡിങ്ങുള്ള അല്ലാതെ ഒരൊറ്റ കച്ചവടക്കാരില്ല. കാരണം അവർ അത്രയ്ക്ക് നശിച്ചു. ഈ കോവിഡ് സമയത്ത് മൊത്തം അടച്ചിട്ടപ്പോ ഈ എനിക്കാണെങ്കിൽ ഗോഡൌൺ ഉണ്ട്, സർവീസ് സെന്റർ ഉണ്ട്, കടയുണ്ട്. അപ്പൊ ഈ പറയുന്നിടത്തുനിന്ന് ഇതുപോലെ എല്ലാവർക്കും അതുപോലുള്ള സജ്ജീകരണങ്ങൾ വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ വലിയ എമൗണ്ടുകളും അഡ്വാൻസും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. കോവിഡ് സമയത്ത് ഒന്നും ചെയ്യാക്കാതെ പൂട്ടിയിട്ട് ഉടനെ കൃത്യമായിട്ട് വാടക കൊടുക്കണം, കറണ്ട് ചാർജ് കൃത്യമായിട്ട് കൊടുക്കണം, വാട്ടർ ചാർജ് കറക്റ്റായിട്ട് കൊടുക്കണം, ഈ പണിക്കാർക്ക് കൊടുക്കണം. ഈ എങ്ങനെ കൊടുക്കും? ഈ പണിക്കാർക്ക് കൊടുത്തില്ലെങ്കിൽ അവർ പോകും. ഇതിനൊക്കെ നല്ല ടെക്നിക്കലായിട്ടുള്ള ആളുകളെ വയ്ക്കാവുള്ളൂ. ഈ പണിക്കാർ കൊടുത്തില്ലെങ്കിൽ അവരങ്ങ് പോകും. അപ്പൊ ഈ കോവിഡ് കാലം ഇത്രയും ലോണും വായ്പയൊക്കെ എടുത്ത് തട്ടിക്കൂട്ടി ഒരുമാതിരി കഴിച്ചു പോന്നപ്പോഴാണ് മെയിൻ്റെനൻസ് തുടങ്ങിയത്. ഇവിടുന്ന് കിള്ളിപ്പാലം പോലെ അതുവരെ അട്ടക്കുളവരെ മെയിൻ്റെനൻസ് ഒരു തരത്തിലേക്ക് അട്ടക്കുളരെ കിള്ളിപ്പാലത്തെ അട്ടക്കുളകളിൽ നടന്നു പോലും പോയി സാധനം വാങ്ങാൻ പറ്റൂല. കംപ്ലീറ്റ് നിവർത്തിയില്ലാതെ കാത്തിരുന്നു. ഇന്ന് ശരിയാവും നാളെ ശരിയാവെന്ന് പറഞ്ഞ് കൊല്ലം എടുത്തു. അവസാനം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ കടകൾ കംപ്ലീറ്റ് ആളുകൾ കളഞ്ഞിട്ട് പോയി. അഡ്വാൻസും ഇല്ല, വാടകയില്ല. അവര് പിന്നെ കൊണ്ടുവന്ന് അടുത്ത് ഈ സ്റ്റാഫ് ഒക്കെ അങ്ങനെ വളരെ കഷ്ടമാണ്. ആ ചാല ഒരു റിപ്പോർട്ടറെ കൊണ്ട് ഒന്ന് അവധി അന്ന് അനുഭവിച്ച കഷ്ടം ഇന്നിപ്പോ ക്ലിയർ ആയിട്ടുണ്ട്. ഇന്ന് ക്ലിയർ ആയിട്ടുണ്ടെങ്കിലും ആ നടത്തിയ ബിസിനസ്സുകാരിൽ 1/3 ആൾക്കാർ പോലും അവിടെ ഇല്ല. എല്ലാം പോയി. അവർ എല്ലാം തുലഞ്ഞ് നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരെ എല്ലാം തുലഞ്ഞ് അവര് സ്റ്റാഫും എല്ലാം പോയിട്ട് ആ ഉടമസ്ഥര് മാത്രം പുതിയ ആൾക്കാർ വന്ന് ഇപ്പൊ എല്ലാം ക്ലിയർ ആയപ്പോ പുതിയ ആൾക്കാർ, പഴയ ആൾക്കാർക്ക് ഒരു നിവൃത്തിയില്ല ഇങ്ങോട്ട് വരാൻ. അത്രയ്ക്ക് തീർന്നു. അങ്ങനെയാണ് ഇപ്പൊ ഈ ഇവിടുത്തെ ഈ വികസനത്തിന്റെ പേരിൽ നടന്ന് വ്യാപാരികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഷാജി ഭാസ്കർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഷാജി ഭാസ്കർ നമ്മുടെ ബിനോയോട് ഒരു ചോദ്യം ചോദിക്കുന്നു. കിറ്റക്സിനെ കുറിച്ച് PT തോമസിന്റെ അഭിപ്രായം എന്തായിരുന്നു എന്ന് ബിനോയ്ക്ക് പറയാമോ എന്നാണ്. അതെ, ബിനോയ് അയാളുമായി രാഷ്ട്രീയമായി യോജിപ്പില്ല എന്ന് വ്യക്തമാക്കി. പക്ഷേ നമ്മൾ വ്യവസായ മേഖലയുടെ മൊത്തം താല്പര്യം സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നിരീക്ഷണം നടത്തുമ്പോഴുള്ള ഒരു കാര്യമാണ് ബിനോയ് പറഞ്ഞത്. അപ്പോൾ രാഷ്ട്രീയപരമായി ചിലപ്പോൾ വ്യത്യാസങ്ങളുണ്ടാകും, സ്വാഭാവികമായി വ്യത്യാസങ്ങളുണ്ടാകും. ഓക്കെ, അപ്പോൾ ശ്രീ കണ്ണൻ ആലപ്പുഴയിൽ നിന്നാണ് എന്നോട്. ശ്രീ കണ്ണൻ എന്തെങ്കിലും വ്യാപാരം അല്ലെങ്കിൽ വ്യവസായം തുടങ്ങണം എന്ന് ആഗ്രഹിച്ചിരുന്നോ? ഞാൻ ഈ കൊറോണ സമയത്ത് ചെറിയ ചെറിയ പരിപാടിയൊക്കെ തുടങ്ങിയതായിരുന്നു. പക്ഷെ അത് നമ്മുടെ ജനങ്ങളുടെ സാഹചര്യം അനുസരിച്ച് അതൊന്നും വിജയിച്ചില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റിൽ സാറിനെ പോലുള്ളവർക്ക് എനിക്ക് പോകണമെന്ന് തോന്നുന്നു. പക്ഷെ അപ്പോൾ നമുക്കറിയാം, ഒരു ലോറി പോയി കഴിഞ്ഞാൽ, നമ്മുടെ കേരളം വിട്ടു കഴിഞ്ഞാൽ, നമ്മുടെ കാശ്മീരി വരെ പോയി കഴിഞ്ഞാൽ ആ ഡ്രൈവർക്കും അല്ല ക്ലീനർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ കേരളത്തിലുണ്ടാവുമോ? പിന്നെ നമ്മുടെ കേരളത്തിന്റെ ജീവിത സാഹചര്യമാണോ മറ്റ് സ്റ്റേറ്റുകളിൽ? അവിടെ എന്ത് ബുദ്ധിമുട്ടിയാണ് ജനങ്ങൾ ജീവിക്കുന്നത്? നമ്മൾ ഇവിടുത്തെ തൊഴിലാളികൾക്ക് ന്യായമായ കൂലിയും അതുപോലെ ജീവിത സൗകര്യങ്ങളും എല്ലാം ലഭിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു വ്യവസായം തുടങ്ങിയാൽ ഉടനെ കൊള്ളലാഭം ഉണ്ടാക്കണമെന്ന് പറഞ്ഞായിരിക്കും അവൻ തുടങ്ങുന്നത്. അവന് പരിസ്ഥിതിയിൽ മറ്റ് ഉണ്ടാകുന്ന ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളോ അസുഖങ്ങളോ അവന് നിയമം ബാധിക്കത്തില്ല. അതല്ല, ഇവിടെ തുടർച്ചയായ റെയ്ഡുകൾ നടത്തുന്നു എന്നാണ് ഒരു ആരോപണം, അല്ലേ? തുടർച്ചയായി റെയ്ഡുകൾ നടത്തുന്നു, ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല. പിന്നെ ഒരു വ്യവസായ പ്രമുഖനെ പരസ്യമായി ഇങ്ങനെ അറ്റാക്ക് ചെയ്യും. മറ്റു ജനങ്ങൾക്ക് അസുഖം ഉണ്ടാക്കുന്ന പോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവിടെ ചോദ്യങ്ങൾ ഉണ്ടാവും. അല്ല, എന്നിട്ട് എന്ത് നടപടി എടുത്തു? ഇവര് കൊടുക്കുന്ന പൈസ പോക്കറ്റിലിട്ടു. അല്ല, ഞാൻ ചോദിക്കുന്നത് കണ്ണൻ, ശ്രീ അങ്ങനെ ചെയ്തു, കണ്ടെത്തിയിട്ട് എന്ത് നടപടി എടുത്തു? അതൊക്കെയാണ് സാറേ ഇതിന്റെ പിന്നിലുള്ള മറ്റ് പല. അപ്പൊ കണ്ടെത്തിയോന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പൊ ഏതായാലും ഓക്കെ, ഞാൻ അടുത്ത പ്രേക്ഷകനിലേക്ക് വരാം. കേരളത്തിലെ തൊഴിലാളികൾ ആരുടെയും അടിമകളല്ല. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. തൊഴിലാളികൾ ആരുടെയും അടിമകളാകേണ്ട കാര്യമില്ല. മനുഷ്യർ അടിമത്വം നമ്മുടെ ലോകത്തു നിന്ന് തന്നെ മാഞ്ഞു പോകേണ്ട ഒരു പ്രതിഭാസമാണ്. അതിനെതിരെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഏറ്റവും വലിയ ക്യാപിറ്റലിസ്റ്റ് രാജ്യമെന്ന് നമ്മൾ വിചാരിക്കുന്ന അമേരിക്കയിലാണ് പോലും അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമുണ്ടായിട്ടുണ്ട്. അപ്പോൾ അടിമത്വം അല്ല ഇവിടെ. പക്ഷേ ഒരു മനോഭാവത്തിൽ മാറ്റം വരേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് നമ്മൾ ഉന്നയിക്കുന്നത്. കുപ്പു എന്നോട് പറയുന്നത്, ആരാണ് ശരിയെന്നത് പോട്ടെ, കുറച്ചു പേർക്ക് തൊഴിൽ കിട്ടുന്ന ഏത് സംരംഭത്തിനും 90% മറ്റൊന്നിനും ദോഷമില്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ പിന്തുണ കൊടുക്കും എന്നാണ് കുപ്പു എന്നോട് പറയുന്നത്. ഓക്കെ, അതാണ് കുപ്പുവിൻ്റെ അഭിപ്രായം. ഏതായാലും ഈ കിറ്റക്സ് സർക്കാർ പോര് ശക്തമായി വരികയാണ്. മന്ത്രി P. രാജീവും
അതുപോലെ പി വി ശ്രീനിജൻ MLA-ക്കും മറുപടിയായി കിറ്റക്സ് MD എന്ന അദ്ദേഹത്തിൻ്റെ പ്രതികരണം നടത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഈ നാട്ടിൽ ഒരേ അവകാശമാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇവിടെ രാജീവിനുള്ള അതേ അവകാശം തന്നെ തനിക്കും ഉണ്ട് എന്ന് പറയുന്നു. 10 വർഷം മുമ്പേ താൻ കേരളം വിടേണ്ടതായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതിന് ആന്ധ്രാപ്രദേശിൽ നിന്ന് പക്ഷേ ഒരു ടെക്സ്റ്റൈൽസ് മന്ത്രി ഇവിടെ എത്തുന്നു, കിഴക്കമ്പലത്ത് ഓഫീസിലെത്തുന്നു, ഈ വ്യവസായ പ്രമുഖനെ കാണുന്നു. അതിനുശേഷമാണ് ഇദ്ദേഹം ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തുന്നത്. തെലങ്കാനയിലേക്ക് നേരത്തെ കിറ്റക്സ് പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ സംരംഭങ്ങൾ കണ്ട് അവിടുന്ന് അദ്ദേഹത്തെ അങ്ങോട്ട് ക്ഷണിക്കുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു സംരംഭം അവിടെ തുടങ്ങുകയും ചെയ്തു. എന്നാൽ പി രാജീവിൻ്റെ ഒരു നിലപാട്, കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ ആരുടെയും ബ്ലെസ്സിങ്സ് ഒന്നും ആവശ്യമില്ല, ആരും അനുഗ്രഹമൊന്നും ആവശ്യമില്ല, ആളുകൾക്ക് വന്ന് നല്ല രീതിയിൽ വ്യവസായം തുടങ്ങാൻ കഴിയുന്നൊരു സാഹചര്യം കേരളത്തിലുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ വിദേശ നിക്ഷേപത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളെ പിന്തള്ളിയാണ് കേരളം മുന്നോട്ട് വരുന്നത് എന്ന് പി രാജീവും പറയുന്നു. അപ്പോൾ സാബു M. ജേക്കബിനെതിരെ ഫേസ്ബുക്കിലൂടെ പോസ്റ്റിലൂടെയാണ് വിമർശനവുമായി കുന്നത്തുനാട് MLA PV ശ്രീനിജൻ രംഗത്തെത്തിയത്. കിഴക്കമ്പലം ആരുടെയും പിതൃസ്വത്വമല്ല തുടങ്ങിയുള്ളൊരു പരാമർശമായിരുന്നു MLA-യുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനെതിരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തർക്കം വരികയാണ്. ആരും മഴുവെറിഞ്ഞല്ല കേരളം ഉണ്ടാക്കിയതെന്ന് സാബു പറയുന്നു. അങ്ങനെ സ്വാഭാവികമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള തർക്കങ്ങൾ വരികയാണ്. പക്ഷേ ഇത് വ്യാവസായിക കേരളത്തിന് ഒട്ടും യോജിച്ച ഒന്നല്ല. കാരണം കേരളം വിദ്യാസമ്പന്നരുടെ നാടാണ്, നിറയെ തൊഴിൽ അവസരങ്ങൾ നമുക്കുണ്ടായേ മതിയാകൂ. അതിനുവേണ്ടി ഉള്ള ശ്രമം സംസ്ഥാനം നടത്തുന്നു എന്നാണ് മന്ത്രി അവകാശപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത് അങ്ങനെ തന്നെ വേണം എന്നതാണ് ഒരു പ്രധാന കാര്യം. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് വന്ന ചില റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ കേരളത്തിൽ വലിയ തോതിൽ നിക്ഷേപം വന്നിട്ടുണ്ട് ഒരു വശത്ത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഒരു പ്രധാന ഹൈലൈറ്റായി പറയുന്ന 2023 കേരളത്തിൽ 33.2 മില്യൺ ഡോളറിൻ്റെ ഒരു സ്റ്റാർട്ടപ്പുകൾ കേരളത്തിലേക്ക് വന്നു. അത് കഴിഞ്ഞ വർഷത്തിനേക്കാൾ അപേക്ഷിച്ച് തൊട്ട് മുന്നത്തെ വർഷത്തേക്കാൾ അപേക്ഷിച്ച് 15% കൂടി എന്നാണ്. സീഡ് സ്റ്റേജ് ഫണ്ടിങ് റീച്ച് 26.2 മില്യൺ, 40% ഇൻക്രീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പോർട്ടുകളുടെ കാര്യത്തിൽ 2.3 മില്യൺ 2022-23. അപ്പോൾ കേരള 10% IT എക്സ്പോർട്സിൽ കേരളം 10% കേരളം ലക്ഷ്യം വയ്ക്കുന്നു IT എക്സ്പോർട്സ്. അതോടൊപ്പം തന്നെ 5 ലക്ഷം പുതിയ അവസരങ്ങൾ നൽകാൻ ഇത് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതിൽ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൻ്റെ റിപ്പോർട്ടുകൾ പലതും കേരളത്തിന് അനുകൂലമാണ് എന്നാണ് വ്യക്തമാകുന്നത്. ഒരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് ഷോർട്ട് ബ്രേക്ക്. പെട്ടെന്ന് മടങ്ങി വരാം. പൊതുവേദി തുടരുകയാണ്. അപ്പോൾ കിറ്റക്സിന് വലിയ പിന്തുണ അർപ്പിക്കുകയാണ് വേലു കെ പാപ്പൻ. അദ്ദേഹം പറയുന്നത് കിറ്റക്സ് സാബുവിനൊക്കെ പിന്തുണ നൽകുന്നു എന്നാണ്. സുധീർ എന്നോടൊപ്പം ചേരുന്നത് തൃത്താലയിൽ നിന്നാണ്. ശ്രീ സുധീർ എന്തെങ്കിലും വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണോ? അല്ല, അങ്ങനെ ഒരു താല്പര്യമേ ഇല്ല. കിറ്റക്സ് പറഞ്ഞ കിറ്റക്സ് പോയി എന്നുള്ള പറയണല്ലായിരുന്നു. ഇപ്പൊ സാബു പറഞ്ഞു ആ കിഴക്കമ്പലത്തെ കിറ്റക്സിന്റെ ഇതുണ്ടല്ലോ, ഫാക്ടറി ഉണ്ടല്ലോ. ആ പൊതുജനപ്പം എന്താ വിചാരിക്കണേ, ഇപ്പൊ കിറ്റക്സ് ഇവിടുന്ന് ഈ കേരള സർക്കാരിന്റെ അത് ദ്രോഹം കാരണം കിറ്റക്സ് കേരളം വിട്ടു എന്നാണ് പൊതുബോധമാണ് ഇപ്പം മനുഷ്യന്മാരെ. കിറ്റക്സിന്റെ യൂണിറ്റ് അവിടെ കിഴക്കമ്പലത്ത് പ്രവർത്തിക്കുന്നു ഇപ്പോഴും. പിന്നെ പോലത്തത് വ്യവസായം പറഞ്ഞ കേരളത്തിൽ വ്യവസായം പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ജോലി ചെയ്യണ്ടെങ്കിൽ മാന്യമായിട്ടുള്ള ശമ്പളം വേണം, അതിനുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കണം. മറ്റുള്ള സംസ്ഥാനങ്ങൾ അങ്ങനല്ല. അവിടെയുള്ള സാധാരണക്കാരനെ ആൾക്കാരെ ഫാക്ടറിയിൽ ഇട്ടിട്ട് അതിന്റെ ഉള്ള ആനുകൂല്യങ്ങളൊന്നും കൊടുക്കാതെയാണ് വ്യവസായങ്ങൾ വളരുന്നത്. കേരളത്തിൽ അങ്ങനല്ല. കേരളത്തിൽ ഇപ്പോ എഞ്ചിനീയർ ആയാലും ഡോക്ടർ ആയാലും സാധാരണ കൂലിപ്പണിക്കാരായാലും ജീവിത നിലവാരം ഒരേ ഇതാ. ഒരു സാധാരണ കൂലിപ്പണിക്കാരുടെ വീട്ടിൽ ഗ്യാസ് ഉണ്ട്, TV ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, വണ്ടി ഉണ്ട്, വാഹനം ഒക്കെ ഉണ്ട്. സാധാരണക്കാരൻ ഉപയോഗിക്കുന്നുണ്ട്. ഡോക്ടർമാരെ അങ്ങനെ ജീവിക്കുന്നത്, എഞ്ചിനീയർമാർ ജീവിക്കുന്നത്, സുഖ സൗകര്യങ്ങളോടെ നമ്മുടെ കേരളം ജീവിക്കുന്നത്. അതുപോലെ നമ്മുടെ ഒരു ഫാക്ടറി പണി എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മാന്യമായുള്ള ശമ്പളം, അതിലുള്ള ആനുകൂല്യങ്ങൾ അതൊക്കെ വേണം. കേരളത്തിലും വ്യവസായം അങ്ങനെ വേണം. ഇതിന്റെ ഒരു വലിയ പ്രയാസം എന്താണെന്നറിയാമോ സുധീർ? കേരളത്തിന്റെ 1/3 ജനത ഇതൊന്നുമില്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങളിലും പോയി കഷ്ടപ്പെടുകയാണ്. അവരെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ കഴിയും? നമ്മൾ മറ്റു രാജ്യങ്ങൾ ഇതുണ്ടെങ്കിൽ അവരിവിടെ ജീവിക്കുന്നത് എങ്ങനെ? അവരവിടെ ജീവിക്കണ്ടാവും, പക്ഷെ അവർക്ക് അതിനുള്ള ശമ്പളം കിട്ടുന്നു. ഇവിടെ ആളുകൾക്ക് അവിടെ പോയാൽ ഈ സംഗതി ഒന്നും കിട്ടുന്നില്ല. അപ്പൊ കേരളത്തിൽ ഇത് കിട്ടുന്നു എന്നുള്ളതുകൊണ്ട് മലയാളിക്ക് മുഴുവൻ ഇത് കിട്ടുന്നു എന്ന് അർത്ഥമാക്കണ്ട.
മലയാളിക്ക് കിട്ടിയതല്ല അതന്നെ നമ്മുടെ പിന്നെ ഇത് ജീവിത കേരളത്തിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് ഈ തമിഴ്നാട്ടിലേക്കോ അല്ലെങ്കിൽ കർണാടകയിലേക്കോ ഗുജറാത്തിലേക്കോ പോയ മലയാളികളുടെ എണ്ണം ഒന്ന് എടുത്താൽ അത് അവര് ഇതുണ്ടെങ്കിൽ അവർ ഈ സൗകര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. നമ്മള് പിന്നെ പുറത്ത് മലയാളികൾ പോയി കഴിഞ്ഞാൽ ഈ സൗകര്യങ്ങൾ കിട്ടാത്ത മലയാളികൾ ഏതാ? അപ്പൊ പുറത്തുള്ള സംസ്ഥാനങ്ങൾ ഈ സൗകര്യം കൊടുക്കുന്നുണ്ടോ? അത് നമ്മൾക്കത് കിട്ടണം. നമ്മൾ ഉപയോഗിക്കണം. പ്രസന്നൻ എന്നോടൊപ്പം ചേരുന്നത് മാളയിൽ നിന്നാണ്. ശ്രീ പ്രസന്നൻ, അങ്ങ് ഒരു പ്രവാസിയാണ്. പുറത്ത് എടുക്കുന്ന പ്രയാസം അങ്ങക്ക് ഒരു പക്ഷേ ഞങ്ങളെക്കാളൊക്കെ അറിയാമായിരിക്കാം. കേരളത്തിൽ തന്നെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ആളുകൾ പുറത്തേക്ക് പോകില്ലായിരുന്നു എന്നുള്ളത് ഒരു വശത്ത്. പക്ഷേ അങ്ങനെ വ്യവസായം തുടങ്ങാൻ ഇനിയും കേരളത്തിൽ ഭയപ്പാടിൻ്റെ ഒരു സാഹചര്യം ഉണ്ടെന്ന് കരുതേണ്ടതുണ്ടോ? സാർ നമസ്കാരമുണ്ട്. നമസ്കാരം. എനിക്ക് അനുഭവങ്ങളുണ്ട്. ഏതായാലും ഒന്ന് രണ്ട് കാര്യം പറയാതെ നിർത്തിയില്ല. അതായത് മാറേണ്ടത് നമ്മുടെ മനോഭാവമാണ്. അതായത് ഈ എറണാകുളം ബേസ് ചെയ്താണ് നമ്മുടെ വ്യവസായ മന്ത്രി, കളമശ്ശേരിയാണ്. ഈ വിഷയം ദീർഘനാളായിട്ടുണ്ടായപ്പോ എന്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു തവണയെങ്കിലും വേണമെങ്കിൽ ഈ സാബു എം ജേക്കബിനെ പോയി കണ്ട് അതിനുള്ള പെട്രോൾ നമ്മൾ കൊടുക്കണില്ലേ? സ്റ്റേറ്റുകാർ കൊടുക്കണില്ലേ? ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണല്ലോ അവർക്ക് സ്റ്റേറ്റുകാർ കൊടുക്കുന്നത്. എന്തുകൊണ്ട് പോയില്ല? ആ ഈഗോ ആണ് മെയിൻ പ്രശ്നം. അതായത് ആന്ധ്രാപ്രദേശിൽ നിന്ന് തെലങ്കാനയിൽ നിന്ന് അവിടുത്തെ മന്ത്രിമാർ ഇവിടെ വന്ന് ഇവിടുത്തെ വ്യവസായിയെ കാണുമ്പോൾ ഇവിടുത്തെ മന്ത്രിക്ക് ഒന്ന് പോയി കാണാവുന്നതേ ഉള്ളൂ വേണമെങ്കിൽ അത്യാവശ്യം. അബ്സൊല്യൂട്ട്ലി അതാണ് ബേസിക് ആയിട്ടുള്ള കാരണം. ഒരു ചെറിയ എന്റെ ഒരു അനുഭവം കൂടി പറയാം. ഞാൻ ഗൾഫില് ഞാനും എന്റെ അറബിയും കൂടി രാത്രി സമയത്ത് ഒരു മന്ത്രിനെ കാണാൻ പോയി. ഞാൻ പുറത്തിരിക്കായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ സംഭാഷണം രാത്രി കേട്ടോ തികച്ചും ഏകാന്ത എന്താ പറയാ ഗൃഹ സന്ദർശനം. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ എന്നെ ഒന്ന് കാണണം, ഞാൻ പുതുതായിട്ട് വന്നതാ, എന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു ഈ മന്ത്രി. അപ്പൊ എന്നെ വിളിപ്പിച്ചു, ആളെ വിട്ട് വിളിപ്പിച്ചു. ഞാൻ ചെന്ന് പതുങ്ങി ഒരു മൂലയ്ക്ക് കുത്തിയിരുന്നു. ആ മന്ത്രിക്ക് ഭയങ്കര വിഷമായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ജയിലിലിട്ടാൻ ആ ഒറ്റ കാരണം കൊണ്ട്. അതായത് ഞാൻ ചെന്ന് അദ്ദേഹത്തിന് ഷേക്കൻഡ് കൊടുക്കേണ്ടതായിരുന്നു. അതാണ് കാരണം പറഞ്ഞത്. പിന്നെ എന്റെ അറബി അങ്ങേരെ പറഞ്ഞ് കൈകാര്യം പിടിച്ച് അത് അറിയാൻ പാവപ്പെട്ടവരാണ് മുഷ്കിനാണെന്നൊക്കെ പറഞ്ഞ് ഒന്നും ചെയ്തില്ല. അപ്പൊ ആ ഒരു മനോഭാവം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അങ്ങനെ ഒരു മനോഭാവം ഉണ്ടാവോ ആർക്കെങ്കിലും? നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അതായത് തികച്ചും ഇവരൊക്കെ വലുതായി നല്ല നിലയിൽ ഇത്തിരി മന്ത്രിയായി, ഓക്കെ. പക്ഷെ ഒരു വ്യക്തി എന്ന നിലയിൽ ഈ സാബു എം ജേക്കബിന്റെ ഒറ്റയ്ക്ക് പറഞ്ഞൊരു വിഷം വിചാരിച്ചൊരു 7 ഏലക്കത്ത് വരാൻ യോഗ്യത അർഹത ഉള്ളവരല്ല പലരും. ആ ഒരു മനോഭാവം അപ്പൊ അങ്ങേർക്കുണ്ട്, ഒരു ഗട്സ്, ഒരു ഇത് ഈ മന്ത്രിക്കുണ്ട്. നിലപാട് വിട്ട് ഇറങ്ങി വരാനുള്ള ഒരു മെയിൻ ബുദ്ധിമുട്ടാണ് ഈ പ്രശ്നങ്ങൾ. അല്ലെങ്കിൽ നിമിഷ നേരം കൊണ്ട് സാബു എം ജേക്കബിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ കഴിയുന്നതായിരുന്നു എന്നാണ് എന്റെ പക്ഷം. ഈഗോ ആണ് മെയിൻ പ്രശ്നം. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. കൃഷ്ണൻകുട്ടി മണിമല കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വ്യവസായങ്ങൾ വർദ്ധിപ്പിക്കാൻ, നിക്ഷേപങ്ങൾ ഉയർത്താൻ വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, ഇല്ല എന്ന് നമുക്ക് ആര് പറഞ്ഞാലും സമ്മതിക്കാൻ കഴിയില്ല. ഇപ്പോൾ പല കണക്കുകളും, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞിടയ്ക്കിൽ വന്ന ചില വിവരങ്ങൾ, ഈ നിക്ഷേപക സൗഹൃദമാക്കാനുള്ള നടപടികളിൽ കേരളം മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു എന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഇവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. താങ്കൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? നാളുകൾക്ക് മുമ്പ് കേരളം നിക്ഷേപ സൗഹൃദത്തിൽ റാങ്കിങ്ങിൽ 28ാം സ്ഥാനത്തായിരുന്നു എന്നുള്ളതായിരുന്നു ആദ്യം കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത്. പിന്നെ അത് 15ാം സ്ഥാനത്തെന്ന് പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തതല്ലേ? റാങ്കിങ് നിർത്തിയിട്ട് തന്നെ എത്രയോ കാലമായി എന്നാണ് അവർ പറഞ്ഞത്. അതാണ് ഞാൻ ഓർക്കുന്നത് കേട്ടോ. അല്ലല്ല, ഞാനിതൊക്കെ അറിയുന്നത് നിങ്ങളുടെയൊക്കെ ചാനൽ വഴി. എന്നാൽ അതിലെന്തോ തെറ്റുപറ്റിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ റാങ്കിങ് ഒക്കെ നിർത്തിയിട്ട് കുറേ കാലമായി. പക്ഷേ കേരളം 1ാം സ്ഥാനം നേടിയെന്ന് പറയുന്നത് വ്യവസായ സൗഹൃദാന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള നടപടികളും പരിഷ്കാരങ്ങളും നടപ്പിലാക്കുന്നതിൽ കേരളം ഒരു മികവാർന്ന പ്രവർത്തനം കാഴ്ചവെച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. റാങ്കിങ് അപ്പം ഇങ്ങനെ നീതി ആയോഗ് ഒക്കെ നടത്തുന്നുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യമല്ലേ അത് പറഞ്ഞു 1ാം സ്ഥാനത്തെത്തി എന്ന് പറഞ്ഞത്? ആരാ പറഞ്ഞത്? അല്ല, ഇതാണ് അതായത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിൽ നമ്മൾ 1ാം സ്ഥാനത്ത്. പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിൽ കേരളം 1ാം സ്ഥാനത്തെത്തി എന്ന് പറഞ്ഞോ ഇല്ലയോ? പറഞ്ഞു. അതാണ് പറഞ്ഞത്. അല്ലാണ്ട് അതായത് 1ാം സ്ഥാനത്താണ് നമ്മളെന്നല്ല, വ്യവസായങ്ങൾ സൗഹൃദ അന്തരീക്ഷത്തിൽ 1ാം സ്ഥാനത്തല്ല. പക്ഷെ അതിനു വേണ്ട പരിഷ്കാരങ്ങൾ നമ്മൾ നടത്തുന്നു എന്നതാണ് അതിലെ കാര്യം. ഏറ്റവും ഒടുവിൽ കൂടുതൽ അതെ, അതൊക്കെ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതല്ലേ? അതെ അതെ അതെ. അപ്പൊ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു അന്ന് എന്താ പറഞ്ഞത്?
അവരുടെ 1ാം സ്ഥാനം എല്ലാം കേരളം അടിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞ വാർത്തയും നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ആണല്ലോ. ഇനി ആന്ധ്രയിലെ കാര്യം പറയാം. ഞാൻ ആന്ധ്രയിലെ ഹൈദരാബാദ് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ ജോലി ചെയ്ത കമ്പനിയുടെ ഒരു പ്ലാന്റിന്റെ പണി നടക്കുമ്പോൾ അവിടെ തൊഴിലാളികളായിട്ട് വന്ന് പണിയെടുക്കുന്നവിടെ സ്ത്രീകള് അവരുടെ കുട്ടികളെയും കൊണ്ടാ വന്നേ. ഒക്കത്തൊരെണ്ണം, തോളയിലൊരെണ്ണം, കയ്യിലൊരെണ്ണം, ഇങ്ങനെയാ വരിക. അവരെന്നിട്ട് ആ പണി നടക്കുന്ന സ്ഥലത്ത് അവരുടെ മൂത്ത കുട്ടിയെ, ചെറിയ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി ഇരുത്തിയിട്ട് അതിലൊരു സ്ത്രീ പണിയെടുക്കുമ്പോൾ അവർ ഉച്ചയ്ക്ക് കുഞ്ഞിന് മുല കൊടുക്കാൻ വന്നപ്പോ അതിലൊരു കുഞ്ഞ്, ഏറ്റവും ഇളയ കുഞ്ഞ് അവിടുത്തെ ഒരു കുഴിയിലെ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു. അറിയോ? എന്നിട്ട് അവരാ ശവം എടുത്തുകൊണ്ട് കമ്പനി, ഞങ്ങള് ഗേറ്റിന്റെ വാതൊക്കെ ഇരുന്ന് കരയുകയാണ്. അത് കോൺട്രാക്ടറുടെ ജോലി ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞ് കമ്പനിയുടെ ആൾക്കാർ പറഞ്ഞു. അവസാനം ഒന്നും സംഭവിച്ചില്ല. അവരാ കുഞ്ഞിന്റെ ശവം കൊണ്ട് വൈകുന്നേരം വീട്ടിൽ പോയി. കേരളത്തിൽ നടക്കുവോ? നടക്കില്ലല്ലോ. അതേപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ വ്യവസായങ്ങൾ കാണുന്ന സ്ഥലമാണ് ബോംബെ. ബോംബെ എന്നാൽ അവിടുത്തെ ചേരി പ്രദേശങ്ങളുണ്ടല്ലോ, ധാരാവിയൊക്കെ കണ്ടിട്ടില്ലേ? പോയിട്ടുണ്ടോ? അതൊക്കെ ഞാൻ സമ്മതിച്ചു. അത്രയും മനോഹരമായ സ്ഥലമായി കേരളത്തിലായിട്ടും കേരളത്തിൽ നിന്ന് തൊഴിലാളികൾ പുറത്തേക്ക് പോകുന്നത് എന്തുകൊണ്ട്? ഞാൻ സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടാ പറയുന്നത്. അതുകൊണ്ടാണ്. അല്ല, അതെ, അത് ഞാൻ സമ്മതിച്ചോന്നേ. അങ്ങ് പറയുന്നത് പോലെയൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ ഈ ആളുകൾ ഇവിടെ ഇല്ലല്ലോ, എല്ലാരും പുറത്തു പോയി പണിയെടുക്കേണ്ട അവസ്ഥയല്ലേ. അപ്പൊ ഇവിടെ മനോഹരമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യുവാക്കൾ മുഴുവൻ മറ്റൊരു സംസ്ഥാനത്താണെങ്കിൽ പിന്നെ ഇവിടെ മനോഹരമായിരുന്നിട്ട് എന്ത് കാര്യം? അതിലേക്കാ വരുന്നേ. ഈ ധാരാവിയൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ. ഉണ്ടായോ? അത്രയ്ക്ക് ചെറ്റക്കുടിലുകൾ. ഞാൻ ഒരു 5-6 വർഷം മുമ്പത്തെ, 5-8 വർഷം മുമ്പത്തെ കാര്യം പറയാം. ആ ധാരാവി പോലുള്ള ചേരി പ്രദേശങ്ങളിലൂടെ നമ്മൾ കയറി ഇറങ്ങിയത്, അവിടേക്ക് പോയ മനുഷ്യരുടെ എണ്ണം, നമ്മൾ ഈ ബോംബെ പോലെ ഒരു മഹാനഗരത്തിലേക്ക് കുടിയേറി പാർത്ത മനുഷ്യരുടെ എണ്ണം എത്രയാണെന്ന് നോക്കണം. നമ്മുടെ ഇപ്പം കേരളത്തിലേക്ക് ഇപ്പോൾ കുടിയേറാൻ തുടങ്ങിയിട്ട് ആളുകൾ ഇപ്പോൾ ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ വരാൻ തുടങ്ങി. അത് ഈ അടുത്ത കാലത്താണ് വരാൻ തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ അവരുടെ എണ്ണം വർദ്ധിച്ചു. ഇപ്പോൾ ആ സാഹചര്യങ്ങൾ കേരളത്തിലേക്കും വരും, വൈകാതെ വരും. അവിടെ ബോംബെ എന്ന് പറഞ്ഞാൽ അവിടെ ജനിച്ചു വളർന്ന മനുഷ്യരല്ലല്ലോ ഈ ചേരി ഉണ്ടാക്കുന്നതും കെട്ടി അവിടെ താമസിക്കുന്നതും. അവിടെ ജനിച്ചു വളർന്ന മനുഷ്യരല്ലല്ലോ, അവിടേക്ക് കുടിയേറി പാർത്ത മനുഷ്യർ, ഈ വിഭജനത്തിന്റെയും ഒക്കെ കാലത്ത് ഓടി വന്ന മനുഷ്യർ, നാട് വിട്ട് ഗ്രാമങ്ങളിലെ പട്ടിണി സഹിക്കാൻ വയ്യാതെ ഇവിടെ എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ചു വന്ന മനുഷ്യർ. കേരളത്തിൽ നിന്ന് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ബോംബെയിലേക്ക് വണ്ടി കയറി പോകുന്നവരെ എത്രയോ പേരെ എനിക്കും അറിയാമായിരുന്നു. അപ്പം അങ്ങനെ പോയ മനുഷ്യരാണ് അവിടെ കോളനികളാകുന്നത്, ചേരികളാകുന്നത്. അല്ലാതെ ആ നാടിൻ്റെ ഒരു പ്രശ്നമല്ല അത് നമ്മുടെ അടുത്തേക്കും ആ പ്രശ്നം വരില്ലേ. പിന്നെ ഇവിടുത്തെ തൊഴിലാളിക്ക് സുഖമാണ് എന്ന് പറയുമ്പോൾ ഇവിടെ തൊഴിലെടുക്കാൻ 3-1% ആളുകൾക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ തൊഴിലാളിക്ക് സുഖമായിട്ട് എന്ത് കാര്യം? അത് എല്ലാവർക്കും ലഭ്യമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണ്ടേ. അപ്പോൾ കൂടുതൽ വ്യവസായശാലകൾ വരണ്ടേ. നിങ്ങൾക്ക് പ്രസംഗിക്കാനാണെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ വിളിക്കുന്നത്? അല്ല, അത് നിങ്ങൾക്ക് മാത്രം പ്രസംഗിച്ച് എന്തെങ്കിലും പറഞ്ഞു പോവുകയല്ലോ. ഇതൊരു സംവാദമല്ലേ. അങ്ങേക്ക് സമയം തന്നില്ലെങ്കിൽ അങ്ങേക്ക് പറയാം. സംസാരിക്കുന്നതിന്റെ 45% സമയം നിങ്ങൾ എടുക്കുന്നത്. അല്ല, അതൊക്കെ ആയിക്കോട്ടെ. അങ്ങേക്ക് പറയാനുള്ളത് പറയാൻ അവസരം കിട്ടിയില്ലെങ്കിൽ അങ്ങ് ക്ഷോഭിതനാകുന്നതിൽ അർത്ഥമുണ്ട്. മറ്റൊരാൾ സംസാരിച്ചുകൂടാ എന്ന് പറയുന്നതിലല്ല. ചോദ്യങ്ങളാണ് അങ്ങേ അലോസരപ്പെടുത്തുന്നതെങ്കിൽ ഞാൻ ചോദ്യം നിർത്തിയിട്ട് ഇത് അങ്ങ് പറയുന്ന പോലെ ഈ കാര്യം അങ്ങനെ നമുക്ക് 1 by 1 ആയിട്ട് ടേപ്പ് റെക്കോർഡർ ഇട്ട പോലെ അങ്ങ് പ്ലേ ചെയ്ത് പോയാൽ പോരെ? അല്ല, ഞാൻ പറയട്ടെ. പറഞ്ഞോ. ഞാൻ കേരളത്തിലെ ഒരു സാധാരണ തൊഴിലാളിയും കേരളത്തിലെ ഒരു സമ്പന്ന വീട്ടിൽ ജീവിക്കുന്ന ആൾക്കാരുടെയും അവരുടെ അടിസ്ഥാന അതൊക്കെയാണ് ഞാൻ അതിനുള്ള മറുപടിയാണ് പറഞ്ഞത്. ആളുകളൊക്കെ സമ്മതിച്ചു. പക്ഷേ ഈ കേരളത്തിലെ മനുഷ്യരെല്ലാം പുറത്താണെന്നേ. കേരളത്തിലെ മനുഷ്യർ പുറത്തായത് എന്ന് മുതലാണ്? ഇവിടെ പട്ടിണി ദാരിദ്ര്യം ഉള്ളതുകൊണ്ടല്ലേ ആളുകൾ തൊഴിലന്വേഷിച്ച് വേറെ ഇടങ്ങളിലേക്ക് പോകുന്നത്. ഗുജറാത്തിലേക്ക് പോയ മലയാളികളുടെ എണ്ണം എത്രയാണെന്ന് അറിയാമോ? കേരളത്തിലെ മനുഷ്യർ പുറത്തു പോകുന്നു. എന്നിട്ട് ഇവിടെ പരദീസയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ആ ന്യായത്തിന്, എൻ്റെ ഒരു അഭിപ്രായം ഞാനത് പറഞ്ഞതേ ഉള്ളൂ, ഇനി ആ ന്യായത്തിന് വിലയില്ല. കാരണം വിദ്യാസമ്പന്നരായ മുഴുവൻ ആളുകൾക്കും കേരളം വിട്ടു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ട് ഇവിടെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലല്ലോ. വലിയ തോതിൽ മലയാളികൾ പുറത്തല്ലേ. അവരവിടെ ചെന്ന് വലിയ വർക്ക് പ്രഷറിന് ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ കണക്കുകൾ വരുന്നു. അവരവിടെ ചെന്ന് നേരിടുന്ന കൊടിയ പീഡനത്തിൻ്റെ കണക്കുകൾ വരുന്നു. ഇതൊക്കെ കേരളത്തിന് പുറത്തേക്ക് ആളുകൾ പോകുമ്പോൾ അവർ ആ പ്രശ്നത്തിലുണ്ട്. അപ്പം നമുക്കിവിടെ അതെങ്ങനെ കെട്ടിപ്പടുക്കാൻ കഴിയുമെന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ ഇനിയെങ്കിലും വരണ്ടേ? നിങ്ങൾ ഈ നുണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ. ഞാനൊരു നുണയും പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് ഇതിൽ നിരാകരിക്കാൻ കഴിയുമോ? കേരളത്തിൽ നിന്ന് ആളുകൾ തൊഴിൽ തേടി പുറത്തേക്ക് പോകുന്നില്ല, വിദ്യാസമ്പന്നർ എന്ന് നിങ്ങൾക്ക് എന്നോട് ഈ സംവാദത്തിൽ തുറന്നു പറയാൻ കഴിയുമോ? ആള് കേൾക്കുന്നുണ്ടെന്നും കൂടി ഓർക്കണം. പറഞ്ഞോ. ഞാൻ അതാണ് ചോദിക്കുന്നത്. കേരളത്തിന് പുറത്തേക്ക് മലയാളികൾ തൊഴിൽ തേടി പോകുന്നില്ല, ഇവിടെ എല്ലാവർക്കും ആവശ്യമായ തൊഴിൽ ഈ സംസ്ഥാനത്തുണ്ട് എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? താങ്കൾ അതിന് മറുപടി പറയില്ല, അതെനിക്കറിയാം.
ഞാനൊന്ന് പറയട്ടെ എന്നായി. ഓ, എന്നെ പറയാൻ സമ്മതിക്കാതെ നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെയാ? ഞാൻ പറയുന്നത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ പുറത്തുപോയി ജോലി ചെയ്യുന്നവരുടെ റാങ്കിങ്ങിൽ കേരളം 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തും 4ാം സ്ഥാനത്തും ഒന്നും ഇല്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. പിന്നെ നിങ്ങൾ എന്തിനാ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇങ്ങനെ? അല്ലല്ല, അങ്ങനെയല്ല. അത് നിങ്ങൾ പറയുന്നത് ടോട്ടൽ കണക്കായിരിക്കാം. പക്ഷെ ഇവിടെ ആകെ 3 കോടി ജനമേ ഉള്ളൂ. 25 കോടി ജനമുള്ള സംസ്ഥാനങ്ങളുടെ കണക്കെടുത്ത് വെച്ച് അത് പറയരുത്. ഞാൻ പറഞ്ഞ ഇതെല്ലാം ഈ കണക്കിലെ കളിയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ കേരളത്തിലെ എത്ര ശതമാനം ആളുകൾ പുറത്തേക്ക് പോകുന്നു? അതല്ലേ ചോദ്യം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എവിടെ നിന്നാണെന്ന് അറിയാമോ? പൗരത്വം ഉപേക്ഷിക്കുന്നത് അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ പൗരൻ എന്താ, നമ്മൾ മലയാളികൾ പൗരത്വം ഉപേക്ഷിക്കാത്തത് എന്തിനാ ജനം പൗരത്വം തന്നെ? അത് ഇവിടെ എത്ര തന്നെ നല്ല സൗകര്യം കൊടുത്താലും അതിനേക്കാൾ സൗകര്യം കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രതലം അന്വേഷിച്ച ആളുകൾ പോകും. പക്ഷെ ഇവിടെ നിക്കക്കള്ളി ഇല്ലാതെ പോകുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നേ. ഗുജറാത്ത് സ്വർഗമാണെന്നുള്ള കള്ളക്കണക്ക് നിങ്ങൾ പറയുന്നത്. ഗുജറാത്ത് സ്വർഗമാണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ അവിടെ ധാരാളം മലയാളികൾ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ വിട്. ഗുജറാത്തില് പക്ഷെ ആ സ്വർഗമല്ലാത്ത സ്ഥലത്തേക്ക് ധാരാളം മലയാളികൾ പോയിട്ടുണ്ട് തൊഴിൽ അന്വേഷിച്ച്. ഞാൻ ഗുജറാത്തിൽ പോയ ആളാണ്, തെരഞ്ഞെടുപ്പ് കവറേജിന് പോയ ആളാണ്. അവിടെ പോയി എല്ലാ സ്ഥലത്തെയും മലയാളി അസോസിയേഷനുകളെ കണ്ട ഒരാൾ കൂടിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇനി ഞാൻ പറയട്ടെ. ഇനി അവിടുത്തെ മന്ത്രി, അവിടുത്തെ നിയമസഭ പറഞ്ഞൊരു കണക്കുണ്ട്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. അവിടുത്തെ മന്ത്രി, അവിടുത്തെ നിയമസഭ പറഞ്ഞൊരു കണക്കുണ്ട്. എന്തെന്നറിയോ? അവിടുത്തെ ജനസംഖ്യയിൽ 1/3 പട്ടിണിയിലാണ്. അവിടുത്തെ ജനസംഖ്യയുടെ 1/3 പട്ടിണിയിലാണ്. ഞാൻ അതിലൊന്നും ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ആ സ്ഥലത്തേക്കാണ് ഇവിടുന്ന് മനുഷ്യർ പോകുന്നത് എന്നത് മാത്രമാണ് എന്റെ പ്രശ്നമൊന്നേ. കേരളം സ്വർഗമാണ്. പിന്നെ അത് ഞാൻ ഇല്ലെന്നൊന്നും പറയുന്നില്ല. കേരളം സ്വർഗമാണ്, എല്ലാം സമ്മതിച്ചു. പക്ഷെ കേരളത്തിൽ തൊഴിൽ ഇല്ലാതെ ആളുകൾ പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള ഒരു രീതി, നമുക്ക് ചിന്തകൾ, ആലോചനകൾ വേണ്ടേ എന്ന ചോദ്യത്തിന് നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? ശരി, അങ്ങക്ക് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്നാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നു. ഓക്കെ, ശ്രീ ദീപു, എനിക്ക് തോന്നുന്നു ദീപുവിന് ഒരു പക്ഷേ ഇതിൽ കുറേ കൂടെ കാര്യങ്ങൾ വ്യക്തമായി പറയാൻ കഴിയും. ദീപു ഒരു പ്രവാസിയായിരുന്നു. പ്രവാസ ലോകത്തിൻ്റെ ആ യാഥാർത്ഥ്യങ്ങളൊക്കെ നമ്മളെക്കാൾ അറിയുന്ന ഒരാളാണ്. ദീപു, കേരളത്തിൽ വ്യവസായങ്ങൾ വളരണം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതുകൊണ്ടാണ് സർക്കാരും വലിയ തോതിൽ അങ്ങനെ പ്രയത്നം നടത്തുന്നു എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. ഇപ്പോൾ പി രാജീവ് വ്യക്തിപരമായി തന്നെ അതിന് വലിയ താല്പര്യങ്ങൾ എടുക്കുന്നു. പക്ഷേ എന്നിട്ടും ചില സ്പർദ്ധകളും സംഘർഷങ്ങളും ഈഗോകളും ഉണ്ട് എന്ന ഒരു കാര്യം നമ്മൾ കാണാതെ പോകേണ്ടതുണ്ടോ? മനു, അതായത് ഇപ്പോഴത്തെ വിഷയം കീറ്റക്സും സർക്കാരും ഇന്നത്തെ. എനിക്ക് തോന്നുന്നു ദീപിന് ടെലിഫോൺ ലൈനിൽ എന്തോ തകരാറ് സംഭവിച്ചു എന്നാണ് തോന്നുന്നത് അല്ലേ? അതിന്റെ റേഞ്ച് കുറഞ്ഞു, മഴ കൊണ്ടാണോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ക്ലിയർ ആണ്. അതായത് മനു ഇപ്പോ നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണ്? ഇന്ന് സാബുവും കീറ്റക് സാബുവും സർക്കാരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിനോടനുബന്ധിച്ചുള്ളതാണ് നമ്മുടെ ചർച്ച. പക്ഷെ മനു എന്താണ് ചെയ്യുന്നത്? പശുവിനെ എന്നെ പറ്റി പറയുമ്പോൾ അതിനെ കയറ് നേരെ തെങ്ങി കെട്ടി തെങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് കേരളത്തിലെ തൊഴിൽ സാഹചര്യം അത് പറയേണ്ടി വരും, പറയണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ആദ്യം എനിക്ക് പറയാൻ, ഞാനിവിടെ അല്ല ദീപു, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ദീപു മനസ്സിലാക്കിയത് തെറ്റാണ്. ഒരു കിറ്റക് സാബു ഉടമസ്ഥൻ സാബുവിന്റെ പ്രശ്നം മാത്രമല്ല, നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ വ്യവസായ സൗഹൃദമല്ല എന്ന ഒരു വ്യവസായിയുടെ ആരോപണത്തെയും അങ്ങനെയെല്ലാം മറിച്ച് എന്ന് പറയുന്ന ഒരു മന്ത്രിയുടെ നിലപാടിനെയുമാണ് നമ്മൾ മുന്നിൽ വെക്കുന്നത്. അതിലേതാണ് ശരി എന്നതാണ് നമ്മൾ നോക്കിക്കാണുന്നത്. അതിൽ എത്ര മാറ്റം എന്ന് വേണം എന്നതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ശരി, അപ്പൊ ഞാൻ പറഞ്ഞോട്ടെ. അപ്പം കീറ്റക് സാബു പറയുന്നതാണ്. കീറ്റക് സാബു എന്നോട്ടാണ് ഇത് പറയാൻ തുടങ്ങിയത്? കീറ്റക് സാബു ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി, അയാൾ ഒരു പഞ്ചായത്തിനകത്തൊക്കെ കയറി കേരളത്തിലേക്ക് മുഴുവൻ വ്യാപിപ്പിക്കാൻ, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ, പിന്നെ കേരളം മുഴുവൻ വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് അയാൾ ഇത് പറഞ്ഞു തുടങ്ങുന്നത്. കാലങ്ങൾ എത്രയായി? കീറ്റക് സാബുവിന്റെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അന്ന് തൊഴില് പിന്നെ കൊടികുത്തി സമരം വാണിരുന്ന കാലങ്ങളാണല്ലോ. അന്ന് അവര് ലാഭം ഉണ്ടാക്കിയിട്ടില്ലേ? കീറ്റക് സാബുവിന്റെ അച്ഛൻ ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കീറ്റക് സാബു തന്നെ പറഞ്ഞിട്ടുണ്ടോ? അപ്പം ഇത് പറയുന്നതും വരുന്ന സാഹചര്യങ്ങളും ഏതാണ് എന്നുള്ളതാണ് കീറ്റക് സാബുവിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് നമ്മൾ സാബുവിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ തന്നെ മന്ത്രി തന്നെ പറയുന്നുണ്ട് ഒരു കാലത്ത് കേരളത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു, അത് മാറ്റാനാണല്ലോ ഈ തീവ്ര ശ്രമം നടത്തുന്നത്. ഇപ്പൊ ഈ പി രാജീവ് എടുക്കുന്ന വലിയ എഫേർട്ട് ഞാൻ തന്നെ പല കാര്യങ്ങളിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ തന്നെ ഓർക്കുന്നത്, തലശ്ശേരിയിൽ ഒരു വ്യവസായി ഓടിപ്പോയി.
ഭാര്യയും കൂട്ടി ഒരു ദിവസം അയാൾ കടയും അടച്ച് സ്ഥലം വിട്ടു. പക്ഷേ ആ വ്യവസായിയെ നേരിട്ട് വിളിക്കാനും നിങ്ങളോടൊപ്പം ഞാനുണ്ട് എന്ന് പറയാനും കേരളത്തിൻ്റെ വ്യവസായ മന്ത്രി തയ്യാറായതിൻ്റെ അനുഭവങ്ങൾ അദ്ദേഹം നമ്മളോട് പങ്കുവച്ചിട്ടുള്ളതാണ്. അപ്പം ഞാൻ അതൊന്നും ഇല്ലെന്ന് പറയുന്നു. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതല്ലേ ശരി? കേൾക്കൂ, അതായത് ഞാൻ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് മനു പറഞ്ഞത് എനിക്ക് പറയാൻ കഴിയില്ല. അതായത് ഈ കാര്യങ്ങള് മനു പറഞ്ഞ ആ സാഹചര്യങ്ങളെല്ലാം നിലവിലുണ്ടല്ലോ. അപ്പൊ പിന്നെ അതിനകത്ത് രാഷ്ട്രീയമാണുള്ളത്. പിന്നെ ഈ വ്യവസായ സൗഹൃദം, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മനു ജഞ്ഞു, പിന്നെ ബ്രാപ്പ് എന്നാണെന്ന് തോന്നുന്നു, BRAP ആണെന്ന് തോന്നുന്നു. അത് നേരത്തെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണ്. ഇപ്പൊ ബ്രാപ്പ് എന്ന് പറയുന്ന അങ്ങനെയാണെന്ന് തോന്നുന്നല്ലേ, BRAP അതോ BARP അതെന്താണ്? അങ്ങനെ ഒരു സാഹചര്യമാണ് ഈ പറയുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ അതായത് തൊഴിൽ തൊഴിൽശാലകൾ അല്ലെങ്കിൽ വ്യവസായം വരുന്നതുമായി ബന്ധപ്പെട്ട സർക്കാർ എടുക്കുന്ന നയങ്ങളിൽ അല്ലെങ്കിൽ അതെങ്ങനെ പെട്ടെന്ന് വ്യവസായികൾക്ക് വ്യവസായം തുടങ്ങാനുള്ള സാഹചര്യം ഇത് ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ 9 കാര്യങ്ങളിൽ 5 or 6 കാര്യങ്ങളിൽ നമ്മൾ 1ാം സ്ഥാനത്ത് വന്ന് 1ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്, 1ാം സ്ഥാനം എന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നത്. അത് തന്നെ അതിനകത്ത് എന്തെങ്കിലും തർക്കമുണ്ടോ? പിന്നെ പല സംസ്ഥാനത്തും പോയി ഇവിടുന്ന് ഒന്നും ജോലിയില്ല, അതുകൊണ്ട് മനു ഏതെങ്കിലും ഇന്ത്യയിൽ ഏതെങ്കിലും 28 സംസ്ഥാനങ്ങളിൽ അവിടെ പഠിച്ച് അവിടെ തന്നെ ഉള്ളവർക്ക് എല്ലാവർക്കും ജോലി കൊടുക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ പേര് പറയാമോ? ഇവിടെ കൂടുതൽ വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ ഉയരുന്നു, പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉയരുന്നു. അങ്ങനെ ഏത് കർഷകന്റെയും മത്സ്യത്തൊഴിലാളിയുടെയും സാധാരണക്കാരന്റെയും ഗവൺമെന്റ് ജീവനക്കാരുടെയും മാധ്യമപ്രവർത്തകരുടെയും ഒക്കെ മക്കൾ ഉന്നത വിദ്യാഭ്യാസം നേടുന്നു, നല്ല രീതിയിൽ പഠിക്കുന്നു. അവരാ പഠിക്കുന്ന സാഹചര്യത്തിന് അനുസരിച്ചുള്ള ജോലി വേണം. അത് കേരളത്തിലേക്ക് കുറവാണ് എന്ന് പറയുന്നതിനകത്ത് അർത്ഥമുണ്ട്. ആ സാഹചര്യങ്ങൾ മറ്റേതെങ്കിലും സംസ്ഥാനത്തുണ്ടെങ്കിൽ അവരവിടെ പോകും. ഇന്ത്യ നമ്മുടെ രാജ്യമല്ലേ, അങ്ങനെയാണ് പോകുന്നത്. അല്ലാതെ തൊഴിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ എന്താ പറയാ നമ്മുടെ എന്താണ് ഈ സാധാരണ ജോലി, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്ന ജോലി, അതിനകത്ത് ഇവിടെ വരുന്നവർക്കല്ലേ. നമ്മുടെ തൊഴിൽ സാഹചര്യങ്ങൾ എങ്ങനെയായി മാറി, തൊഴിൽ എങ്ങനെയായി മാറി, അതുപോലെ തൊഴിൽ എടുക്കുന്നവരുടെ സാഹചര്യം എങ്ങനെ മാറി? ഇത് കേരളത്തിലോ പോലെ മറ്റു സംസ്ഥാനങ്ങളിലുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ ഇവിടുന്ന് പോകുന്നത് കൊണ്ട് ഇവിടെ ഒന്നും ഇല്ല, അതുകൊണ്ട് ഇവിടെ ഒന്നും ഇല്ലാതായി അതുകൊണ്ടാണ് അവിടെ പോകുന്നത്. അവിടെ പോകുന്നതിന്റെ സാഹചര്യങ്ങൾ നമുക്ക് ഇവിടെ ജോലി ഇല്ലാത്ത മാത്രമല്ല, നമ്മുടെ വിദ്യാഭ്യാസം ഉയർന്നു. പിന്നെ മനു ധാരാവിയെ കുറിച്ച് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. അതായത് എന്റെ മകൾ ആർക്കിടെക്ട് ആണ്. അവള് കഴിഞ്ഞ 2024 പാസ് ഔട്ടാണ്, CET തിരുവനന്തപുരത്ത് നിന്ന് പാസ് ഔട്ടാണ്. അവളുടെ ഏറ്റവും ഇന്ത്യയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സിന്റെ ഏറ്റവും നല്ല തീസിസിനുള്ള അവാർഡ് 4 പേരിൽ ഒരാള്, ആ 4 അവാർഡുകളിൽ ഒരു അവാർഡ് അവൾക്കാണ് കിട്ടിയത്. അവളുടെ ഇതെന്ന് പറഞ്ഞാൽ ധാരാവിയിലെ ഈ നമ്മുടെ ഈ മണ്ണുകൊണ്ട് ദീപു ഒരു സെക്കൻഡ്, ഞാൻ ദീപുലേക്ക് എന്നെ മടങ്ങി വരാം. എനിക്ക് ആ PV ശ്രീനിജന്റെ പ്രതികരണം കൂടി ഒന്ന് വരുന്നുണ്ട്, അതൊന്ന് കൊടുത്തിട്ട് ഞാൻ വരാം. ഇന്ത്യയിലെ ലോകത്ത് എവിടെയും വ്യവസായം തുടങ്ങാനുള്ള സാഹചര്യത്തിലേക്ക് കേരളത്തിൽ നിന്ന് അതിനൊരു സാഹചര്യം ഉണ്ടായത് നല്ല കാര്യമെന്ന് വിശ്വസിക്കേണ്ട ഒരാളാണ് ഞാൻ. കാരണം അദ്ദേഹത്തിൻ്റെ ഫാക്ടറി 60 വർഷമായിട്ട് കേരളത്തിൽ നിന്ന് വ്യവസായം തുടങ്ങി അങ്ങനെ വളർന്ന് പന്തലിച്ച് അദ്ദേഹം ഈ നിലയിലെത്തിയതിന് പ്രത്യേകം അഭിനന്ദനം ആദ്യം തന്നെ പറയുകയാണ്. പിന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിൽ നിങ്ങൾക്കറിയാം, ബ്ലീച്ചിങ് ആൻഡ് ഡൈയിങ് യൂണിറ്റുകൾ കേരളത്തിൽ തുടങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം സ്ഥലപരിമിതിയാണ് ഏറ്റവും വലിയ പ്രശ്നം, പിന്നെ പരിസ്ഥിതി മലിനീകരണവും. സാബു ജേക്കബിൻ്റെ എനിക്ക് തോന്നിയത് അദ്ദേഹത്തിന് അത്തരം യൂണിറ്റുകൾ ഇനി കേരളത്തിൽ തുടങ്ങാൻ കഴിയുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വലിയ പരിസ്ഥിതി പ്രശ്നങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ ബുദ്ധിപൂർവമായിട്ട് ആളൊഴിഞ്ഞ പ്രദേശം എന്നുള്ള രീതിയിൽ ആന്ധ്രയും തെലങ്കാനയൊക്കെ അദ്ദേഹം ചൂസ് ചെയ്തായിരിക്കാം. പക്ഷേ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയും അല്ലെങ്കിൽ ഈ നിലവിലുള്ള സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയും ഒരു കാരണം കണ്ടുപിടിച്ചു എന്നതിലപ്പുറം വലിയ കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. യെസ്, പൊതുവെ തുടരുകയാണ്. അപ്പൊ ദീപു, നമുക്ക് ദീപുവിന് തുടരാം. ഞാൻ എൻ്റെ ഇടയിൽ PV ശ്രീനിജൻ വന്നപ്പോൾ ടോപ്പിക്കുമായി ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് അത് കൊടുക്കാം എന്ന് വിചാരിച്ചു. പെർട്ടിക്കുലർലി ഈ കാര്യം പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ധാരാവിയിലെ ആ പോട്ടറിയുമായി ഉണ്ടാക്കുന്ന ആൾക്കാരുടെ അവരുടെ അവസ്ഥ, ആ അവസ്ഥയുമായി ബന്ധപ്പെട്ട അതെങ്ങനെ ഇന്നോവേറ്റീവായി മാറ്റാം. കാരണം അത് മുഴുവൻ അദാനിക്ക് കൊടുത്തിട്ട് അവരെ വേറെ എവിടെയെങ്കിലും ഫ്ലാറ്റിലേക്ക് മാറ്റി അവർക്ക് അവരുടെ വ്യവസായവും അവർക്ക് അവരുടെ തൊഴിലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിൽ നിന്ന് എങ്ങനെയാണ് അവരെ മാറ്റി അവർക്ക് കൃത്യമായി
8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ പിന്നെ റെസ്റ്റ്, 8 മണിക്കൂർ വിനോദം എന്ന രീതിയിൽ അവർക്ക് എങ്ങനെ അവരുടെ വ്യവസായം കൂടുതൽ ഇന്നോവേറ്റീവായി പിന്നെ അവർക്ക് അവിടെ തന്നെ നിർമ്മിച്ച് അവിടെ തന്നെ സ്റ്റോർ ചെയ്ത് അവിടെ തന്നെ വിൽപ്പന നടത്തുന്ന രീതിയിൽ അവിടുത്തെ ബിൽഡിങ്സ് മാറ്റുന്ന രീതിയിൽ ബിൽഡിങ്സ് അതേ രീതിയിൽ നിർത്തി പല മറ്റു സാഹചര്യങ്ങൾ ഒരുക്കുന്ന രീതിയിലുള്ളൊരു പിന്നെ തീസിസ് ആയിരുന്നു ആ കുട്ടി ചെയ്തത്. അതിനാണ് ഇന്ത്യയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സിന്റെ 4 പേരിൽ ഒരു തീസിസ് ഇവളുടെ നല്ല തീസിസിനുള്ളത് കിട്ടിയത്. അപ്പം അങ്ങനെ എന്ത് അവിടെ പോയി പഠിച്ച കുട്ടിയാണ്. അപ്പം അവള് പറയുന്നത് അവിടുത്തെ എന്ത് സാഹചര്യമാണ്, എങ്ങനെയാണ് സാഹചര്യം, ആ സാഹചര്യത്തിൽ നിന്നിട്ട് നമ്മുടെ സാഹചര്യത്തിലേക്ക് നോക്കിക്കാണുമ്പോൾ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് ഉള്ളത്, ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളതെന്ന് ഒരു യുവതലമുറയിൽപ്പെട്ട ഒരു പെൺകുട്ടി പറയുകയാണ്. അപ്പം ഇത്തരം കാര്യങ്ങളെ കുറിച്ച് മനുവിനെ പോലെ ഒരു മാധ്യമപ്രവർത്തകൻ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സാഹചര്യങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷെ നമുക്ക് തൊഴിൽ കൂടുതൽ വേണം എന്നുള്ള കാര്യത്തിന് ഒരു തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ ഈ തൊഴിലുമായി ബന്ധപ്പെട്ട വ്യവസായികളുടെ ഒരു പിന്നെ കോൺക്ലേവ് ഉണ്ടായിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ട് ഏകദേശം 1 ലക്ഷത്തിൽ ചില്ലുവാനം വ്യവസായങ്ങളുടെ പിന്നെ കാര്യങ്ങൾ വന്നു. അതിനകത്ത് 6000 ഇപ്പൊ തുടങ്ങി, 6000 അതിന്റെ തുടക്കം ആയി എന്നുള്ള രീതിക്ക് രാജീവ് പറഞ്ഞു. അതിനെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഓരോന്നിനും എങ്ങനെയാണ് പിന്നെ അതിനെ എല്ലാം ഓരോ ആഴ്ചയും അല്ലെങ്കിൽ ഓരോ മാസവും അതിനെപ്പറ്റി ഒരു റിവ്യൂ നടക്കുന്നു. ഇങ്ങനെ നടക്കുന്നു. മാത്രമല്ല MSMEയുമായി ബന്ധപ്പെട്ട് MSMEക്ക് ഓരോ പഞ്ചായത്തിലും ഓരോ ഓഫീസർ MBA ആയി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള ഓരോ ഓഫീസേഴ്സ് ഉണ്ട്. നമുക്ക് MSME തുടങ്ങണമെങ്കിൽ ആ ഓഫീസേഴ്സിനെ ഡയറക്റ്റ് ആയിട്ട് MSMEയുടെ നമ്മുടെ സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു ഇതുണ്ട്, പിന്നെ ഈ ഓഫീസേഴ്സിന്റെ അതിനകത്ത് എടുത്തു കഴിഞ്ഞാൽ ആ പഞ്ചായത്തുണ്ട്, ഏത് പഞ്ചായത്തിൽ ഏത് ഓഫീസർ, ഏത് നമ്പർ, ഇങ്ങനെ ഇത്യാദി രീതിയിലെല്ലാം ഉയർത്തി കൊണ്ടുവരേണ്ടതുണ്ട്. ആ ഉയർത്തി കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും ജോലി കൊടുക്കാൻ ഒരു കാലത്തും കഴിയില്ല. അമേരിക്കയിലുള്ളവരും UK-യിലുള്ളവരും UAE വന്ന് ജോലി ചെയ്യുന്നില്ലേ? അത് അവർക്ക് എന്താ അവിടെ ജോലി ഇല്ലാഞ്ഞിട്ടാണോ? അല്ലെങ്കിൽ അവർ കൂടുതൽ എവിടെ കിട്ടുന്നു അവിടെ അവർ ജനങ്ങൾ പോകും. ആ അവസ്ഥയിലേക്ക് ഒരു ഡെവലപ്ഡ് കൺട്രിയുടെ നേച്ചറിലേക്ക് കേരളത്തിന്റെ മനസ്സ് മാറിക്കഴിഞ്ഞു. ആ രീതിയിൽ ലോകം മൊത്തം സഞ്ചരിക്കാൻ. അതുകൊണ്ട് കേരളം മോശമാണ്. അതുകൊണ്ടാണ് കേരളം എനിക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ടാണ്. ഏതായാലും അങ്ങ് പറയാനുള്ളത് വ്യക്തമാക്കിയെന്ന് പറഞ്ഞപ്പോൾ കേരളം മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങ് പറഞ്ഞ മോശം സാഹചര്യത്തിലേക്ക് കേരളത്തിലെ മലയാളികൾ പോകേണ്ടി വരാതെ അവർ യൂറോപ്പിൽ പോയി പണിയെടുക്കുകയാണെങ്കിൽ നല്ലത് തന്നെ. കുറേ കൂടെ മെച്ചപ്പെട്ട സാഹചര്യത്തിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ, കൂടുതൽ ശമ്പളത്തിനാണ് പോകുന്നതെങ്കിൽ നല്ലത് തന്നെ. പക്ഷേ ഇവിടെ തൊഴിലില്ലാത്തത് കൊണ്ട് ഈ പറഞ്ഞ പോലത്തെ ഏറ്റവും ദുർഘടമായ സാഹചര്യത്തിലേക്ക് ഇവിടുന്ന് ആളുകൾ പോകേണ്ടി വന്നാൽ പിന്നെ നമ്മളത് ഇവിടെ മനോഹരമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നാണ് അർത്ഥമാക്കുന്നത്. ഏതായാലും ശശി തരൂരും സമാനമായ ഒരു തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. അദ്ദേഹം ആദ്യം കേരളത്തെ പുകഴ്ത്തി, പിന്നെ അത് അങ്ങനെയല്ലെന്ന് പറഞ്ഞു. ആ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ MSME സ്റ്റോറി എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ കൂടി അദ്ദേഹം ഷെയർ ചെയ്തു. 42,000 സ്ഥാപനങ്ങൾ അടച്ചതിൻ്റെ ഒരു കണക്ക് വെച്ചാണ് ഇത് പറയുന്നത്. അത്രമാത്രം അതിൻ്റെ വസ്തുത ശശി തരൂർ തന്നെ തെളിയിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഒരു ചെറിയ ഇടവേള കൂടി എനിക്ക് അനിവാര്യമായി വരികയാണ്. ഷോർട്ട് ബ്രേക്ക്, പെട്ടെന്ന് മടങ്ങി വരാം. യെസ്, പൊതുവേദി തുടരുകയാണ്. അപ്പോൾ പല പ്രതികരണങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ സിദ്ദിഖ് ഒരു പ്രതികരണം പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ വായിക്കാൻ കാരണം കിറ്റെക്സ് എന്ന് ദീപു പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ കിറ്റെക്സ് ആണ് എന്ന് സഖാബെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് അശ്രദ്ധമായി വന്നതായിരിക്കാം. നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ചില ഉച്ചാരണങ്ങളിൽ വരുന്ന ഒരു ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ശബ്ദം മാറിപ്പോവില്ല, അത് അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഏതായാലും നമ്മൾ അതിൻ്റെ ഒരു പോയിന്റിലേക്കാണ്, അത് ദീപുക്ക് ഉന്നയിച്ച ആ വിഷയം എന്താണ് എന്നതിലേക്കാണ് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഷാജി ഭാസ്കറും ഒക്കെ ദീപുവിനെ പിന്തുണച്ച് എത്തിയിട്ടുണ്ട്. ഷാജി ദീപുവിനോടൊപ്പമാണ്. അതേസമയം സുനിമോൾ പറയുന്നത് കേരളം വ്യവസായത്തിന് പറ്റിയതാണ്, റിസ്ക് എടുക്കണം, ഒരു തവണ വ്യവസായത്തിൽ നഷ്ടം സംഭവിച്ചാൽ തളരരുത് എന്ന് പറയുന്നു. ഓക്കെ, അതോടൊപ്പം തന്നെ നിരവധി പ്രേക്ഷകർ ജിയോവ എന്നോട് ഒപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ ജിയോവ പറയുന്നത് ഗുജറാത്ത്, ഹരിയാന തുടങ്ങിയ സ്റ്റേറ്റ്സിൽ നിന്ന് ഉള്ളവരെ ആണ് അമേരിക്കയിൽ നിന്നും ചങ്ങലയ്ക്ക് ഇട്ട് അയച്ചത്. അത് ഒരു മലയാളി ഇല്ലാതിരുന്നു, അതൊക്കെ ആണ് സൗകര്യപൂർവ്വം അങ്ങ് വിഴുങ്ങുന്നത് എന്ന് പറയുന്നു. ഓക്കെ, അത് കറക്റ്റാണ്. കാരണം അതിൽ മലയാളികൾ കുറവായിരുന്നു, അല്ലെങ്കിൽ മലയാളികൾ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ അവിടെ ഈ കെണികളിൽ വീണ് ചെന്ന് പോവുകയാണ്. അപ്പോൾ മലയാളികൾ അങ്ങനെ കെണികളിൽ വീണില്ല എന്നത് സന്തോഷകരമായ ഒരു കാര്യം. ഏതായാലും ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. സാബു M. ജേക്കബിൻ്റെ ആരോപണങ്ങൾ ശരിയോ എന്ന്. പക്ഷേ 80% ആളുകളും
സാബു എം ജേക്കബിൻ്റെ ആരോപണങ്ങളാണ് ശരി എന്ന് പറയുന്നു. 20% മന്ത്രിയെയും പിന്തുണയ്ക്കുന്നു. ഏതായാലും ഇതൊരു വളരെ സുപ്രധാനമായ വിഷയമാണ്. മലയാളി വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ നമ്മൾ തന്നെ തുറന്ന ഒരു സംവാദത്തിന് തയ്യാറാകേണ്ടിയിരിക്കുന്നു. നമ്മൾ പല ഈഗോയും മാറ്റിവെച്ച് വ്യവസായങ്ങൾ കൂടുതൽ കേരളത്തിൽ ഉണ്ടാകുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരുപക്ഷെ അതിനുള്ള ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് ശക്തമായുണ്ട്. എങ്കിലും ഉണ്ടാകുന്ന ചില അസ്വാരസ്യങ്ങൾ പരിഹരിക്കാനും ഒരു നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.